ഉത്തരേന്ത്യയിലെ ആദ്യത്തെ എലിവേറ്റഡ് ഹെലിപ്പാഡ് സജ്ജമാക്കി ഫരീദാബാദ് അമൃത ആശുപത്രി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഉൾപ്പെടെ ആതുര സേവന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാണ് അമൃത ആശുപത്രിയിലെ ഹെലിപ്പാഡ് സംവിധാനം. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കുൾപ്പെടെ ഹെലിപ്പാഡിന് നിർണായക പങ്കുവഹിക്കാൻ കഴിയും. ഹെലികോപ്റ്ററിന്റെ പരീക്ഷണ ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയായി. ഫരീദാബാദിലെ അമൃത ആശുപത്രിയുടെ മുകളിലിറങ്ങിയ ഈ ഹെലികോപ്റ്റർ സ്വപ്ന സാക്ഷാത്കാരം മാത്രമല്ല, ആതുര സേവനത്തിന്റെ ഭാവിയിലേക്കുള്ള ചുവടുവയ്പ് കൂടിയാണ്. 28 മീറ്റർ വിസ്തൃതിയിലുള്ള ഹെലിപ്പാഡിന് 5700 കിലോ ഭാരം വഹിക്കാൻ കഴിയും. ആധുനിക ചികിത്സാ സംവിധാനത്തിനൊപ്പം ഹെലിപ്പാഡ് നിർബന്ധമായും വേണമെന്ന അമ്മയുടെ കാഴ്ചപ്പാടാണ് സാക്ഷാത്കരിക്കപ്പെട്ടതെന്ന് ഫരീദാബാദ് അമൃത ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ സ്വാമി നിജാമൃതാനന്ദപുരി പറഞ്ഞു. മനുഷ്യജീവനെ സംബന്ധിച്ച സമയം വളരെ പ്രധാനപ്പെട്ടതാണെന്ന അമ്മയുടെ വാക്കുകളാണ് എലിവേറ്റഡ് ഹെലിപ്പാഡിന്റെ നിർമ്മാണത്തിൽ നിർണായകമായത്. ഹോസ്പിറ്റൽ തുടങ്ങുന്ന ഒരു കാലത്തെ അമ്മ പറഞ്ഞൊരു വിഷയമാണ്. ആ സമയത്ത് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ പിന്നെ ചിന്തിച്ച് വരുമ്പോഴാണ് മനസ്സിലായത് 3 ഹൈവേസ് നമ്മളുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ടുണ്ട്. ആ ഒരു കാലത്ത് ഞാനിത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ വേണോ, അത് വലിയൊരു വിഷമമല്ലേ, എവിടെയെങ്കിലും താഴെ വെച്ചാൽ മതിയില്ലേ? അമ്മ പറഞ്ഞു അല്ല, അത് റൂഫ് ടോപ്പിൽ തന്നെ വേണം. ഒരു രോഗീൻ്റെ ജീവിതം ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെലികോപ്റ്ററിന് ഹെലിപാഡിന് വണ്ടിയിൽ കയറ്റി വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വീണ്ടും ഇറക്കി ആ ഒരു 5-10 മിനിറ്റിൽ തന്നെ ചിലപ്പോൾ അപകടം ഉണ്ടാവാം. സോ അതുകൊണ്ട് അമ്മ പറഞ്ഞു ഹോസ്പിറ്റലിൽ മുകളിൽ തന്നെ വേണം. നമ്മളുടെ ഉള്ളിൽ ഒരു സ്ഥലത്ത് നമ്മൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ആ ലിഫ്റ്റ് നമ്മളുടെ നേരിട്ട് താഴെ OTസിലും പോവും, ICUയിലും പോവും, നേരെ കുറച്ചും കൂടി താഴെ പോയാൽ എമർജൻസി ട്രോമയിലോട്ടേക്കും പോകും. അടിയന്തര ഘട്ടങ്ങളിലെ കാലതാമസം ഒഴിവാക്കാൻ എയർ ആംബുലൻസ് സംവിധാനം സഹായിക്കുമെന്ന് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സഞ്ജീവ് സിംഗ് വ്യക്തമാക്കി. അവയവദാനത്തിന് കൂടുതൽ വേഗത കൈവരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. This particular helipad would provide that access and reach to the golden hour, which is extremely urgent and essential. In an organ transplantation, there are close to 1 lakh people waiting for kidney transplantation, 20,000 people waiting for liver transplantation. Organ sharing network in a disease donor program is abysmally poor. This helipad would be able to aid that immediate transfer. ആരോഗ്യ പരിചരണ രംഗത്തെ ഭാവി മുന്നിൽ കണ്ടാണ് എയർ ആംബുലൻസ് സംവിധാനമെന്ന ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ പറഞ്ഞു. We are embarking on a rapid transport system to help facilitate the care of our critically ill patients. The future of rapid air transport involves rotor-based such as helicopters. ട്രാൻസ്ഭാരത് ഏവിയേഷന്റെ ഹെലികോപ്റ്ററാണ് പരീക്ഷണം പൂർത്തിയാക്കിയത്. This is the biggest helipad in India and one of the only ones in northern India to land here. Do the trial landings for them. I think they are operational now. ഹരിയാനയിലെ മന്ത്രിമാരായ ബിപുൽ ഗോയൽ, രാജേഷ് നാഗർ എന്നിവർ ഹെലിപ്പാഡിന്റെ അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചു. ഫരീദാബാദ് അമൃത ആശുപത്രി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡ് ജയ്കേഷ് നായർ, ഹെലിപ്പാഡ് ലാൻഡിംഗ് ഓഫീസർ ദിലീപ് കുമാർ ദിവാകരൻ തുടങ്ങിയവരുൾപ്പെടെയുള്ള പ്രമുഖർ പരീക്ഷണ ലാൻഡിംഗിന്റെ ഭാഗമായി. ആതുര സേവന രംഗത്ത് കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് മാതാ അമൃതാനന്ദമയി മഠവും അമൃത ആശുപത്രിയും. എലിവേറ്റഡ് ഹെലിപ്പാഡ് ഡൽഹിയിലെയും ഹരിയാനയിലെയും മാത്രമല്ല, ഉത്തരേന്ത്യയിലെയും വടക്ക് കിഴക്കൻ ഇന്ത്യയിലെയും കോടിക്കണക്കിന് ജനങ്ങൾക്ക് നേട്ടവും ആശ്വാസവുമാവും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.